നമ്മളിപ്പം 3 ആഴ്ചയായിട്ട് നമ്മൾ ചില ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മെയിനായിട്ട് എങ്ങനെ നമ്മൾ ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ നമുക്ക് വേഗത്തിൽ കഴിഞ്ഞ 3 ക്ലാസ്സിൽ എന്തൊക്കെയാണ് നടത്തിയതെന്നുള്ളത് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഇതാണ്, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇതാണ് നമ്മുടെ ടോപ്പിക്. ഹോമിലിറ്റിക്സ് ആണ് ഇംഗ്ലീഷിൽ പറയുന്നത്, പ്രസംഗം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. സോ ഇതിൽ 4 കാര്യങ്ങളുണ്ട് ഈ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ പാഠത്തിൽ. സോ പ്രിലിമിനറി അണ്ടർസ്റ്റാൻഡിങ്, ഈ കാര്യം നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പ്രൊസീജിയർ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നെക്സ്റ്റ് സ്ലൈഡ്. സോ പ്രിലിമിനറി ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്, നമ്മുടെ പ്രസംഗം എന്ന് പറയുന്നത് അതിൽ ആർട്ടും ഉണ്ട്, അതിനകത്ത് സയൻസും ഉണ്ട്. സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെത്തേഡ്, ഇത് ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യും. ഇത് എല്ലാവരും ഫോളോ ചെയ്യും, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. പക്ഷേ സെക്കൻഡ്, ദി ആർട്ടിൽ ഇച്ചിരി വ്യത്യാസം വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഓരോ ആളുടെ കഴിവ് അനുസരിച്ച് അതിന്റെ ഒരു ചെറിയ ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടക്കും. ഇത് പേഴ്സണാലിറ്റിയുടെ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരുടെ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആയതുകൊണ്ട് എല്ലാവരും പ്രസംഗവും അതേപോലെ വരണമെന്നുള്ള പോസിബിലിറ്റി ഇല്ല. നെക്സ്റ്റ്. ഓക്കെ, ബേസിക് ആയിട്ട് ഒരു പ്രാസംഗികൻ അല്ലെങ്കിൽ ഒരു പ്രസംഗം ചെയ്യുന്ന ഒരാളുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടു. നെക്സ്റ്റ്. പിന്നെ പലതരത്തിലുള്ള പ്രീച്ചിങ്, ഇപ്പോൾ ഉള്ള പ്രീച്ചിങ് സ്റ്റൈൽസ് ഏതൊക്കെയാ ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ തന്നായിരുന്നു. അതിൽ 3 ടൈപ്പ് ആയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഒന്ന് ടോപ്പിക്, വിഷയം അനുസരിച്ച് നമ്മൾ ഒരു പ്രസംഗം ചെയ്യുക. അടുത്തത് വാചകം അല്ലെങ്കിൽ ഒരു വേദഭാഗം മാത്രം എടുത്തിട്ട് നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ആക്ച്വലി പറയാൻ വന്നത് വേറെ വല്ലതായിരിക്കും. സോ ഇത് ഒരു ടെക്സ്ച്വൽ പ്രസംഗമായിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് എക്സ്പോസിറ്ററി അല്ലെങ്കിൽ വിശദീകരണം മൂലമായിട്ട് നമ്മൾ ഒരു പ്രസംഗം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാനിപ്പം ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ഇതാണ് എക്സ്പോസിറ്ററി പ്രീച്ചിങ് ആണ് എന്താണെന്നുള്ളത്, വിശദീകരണ പ്രസംഗം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തു. ഒരു വാച്ച് കടയിൽ പോയി കഴിഞ്ഞാൽ വാച്ച് എല്ലാം ഒരു കണ്ണാടി കൂടിനകത്താണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ വാങ്ങിക്കാൻ വരുന്ന ആൾക്ക് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അയാൾക്ക് അത് എടുത്ത് കൊടുക്കണം. എടുത്ത് കൈ കൊടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് അറിയുള്ളൂ. സോ എക്സ്പോസിറ്ററി പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. എക്സ്പോസിറ്ററി പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു പബ്ലിക് ഡിസ്പ്ലേ ആണ്, പൊതുദർശനം ആണ് നടക്കുന്നത്. സോ നമ്മൾ പ്രസംഗം ചെയ്യുമ്പം ദൈവത്തിന്റെ വചനത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ മറ്റവർക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ഉള്ളത്. സോ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ഒൺലി ദ ബൈബിൾ ടെക്സ്റ്റ്, ബൈബിളിലുള്ള ആ ഭാഗം മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളൂ. ആ ഭാഗത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എടുക്കാൻ പോകുന്നത്. അതിന്റെ മാറ്റർ ആയാലും ശരി, അതിന്റെ സ്ട്രക്ചർ ആയാലും ശരി, അതിന്റെ എക്സാമ്പിൾസ് ആയാലും ശരി, എല്ലാം നമ്മൾ ഈ ഫോക്കസ് ചെയ്ത് ആ ഒരു ടെക്സ്റ്റ് മാത്രം, ആ ഒരു വേദഭാഗം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ് ഈ എക്സ്പോസിറ്ററി പ്രീച്ചിങ്. നെക്സ്റ്റ് സ്ലൈഡ്. ആൻഡ് വൈ എക്സ്പോസിറ്ററി, എന്തുകൊണ്ട് നമ്മൾ ഈ എക്സ്പോസിറ്ററി മെത്തേഡ് ചൂസ് ചെയ്യുന്നുള്ളത് കാര്യവും നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കി. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അതെ, ബേസിക് ആയിട്ടുള്ള കാര്യം ഡിഫറൻസസ് വരുന്നത് ഇവിടെ തന്നെയാണ്. രണ്ടുപേരും ബൈബിൾ വായിക്കുന്ന പോലെ ഒരു പിക്ചർ നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രോസസ്സ്, നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വാക്യത്തിൽ ഉണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പം എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പ്രോപ്പർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, വചനം നമ്മൾ പഠിച്ച് ദൈവം എന്താണ് ആ വചനത്തിന് മൂലം നമുക്ക് സംസാരിക്കുന്നതോ അതാണ് നമ്മുടെ ചിന്തയിൽ പോകേണ്ടത്. ബട്ട് ബേസിക്കലി മറ്റേ ടൈപ്സ് ഓഫ്, ഈ ടെക്സ്ച്വൽ ആയാലും ശരി അല്ലെങ്കിൽ ടോപ്പിക്കൽ സെർമൺ ആയാലും ശരി, അവർ മെയിൻ ആയിട്ട് ഓൾറെഡി ചിന്തിച്ച് വെച്ച കാര്യമാണ് ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്താൽ നമ്മുടെ ചിന്തയ്ക്കാണ് മെയിൻ എംഫസിസ് കൊടുക്കുന്നത്.
ബൈബിളിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ ഇമ്പസസ് കൊടുക്കാതെ ഇരിക്കാനുള്ള ഒരു ചാൻസസ് അതിനകത്തുണ്ട്. സോ പ്രോപ്പർ മെത്തേഡ് ചെയ്യുന്നതാണ് ഓൾവേസ് ബെറ്റർ. വചനം എന്താ പറയുന്നോ അതാണ് നമ്മുടെ ചിന്തയിൽ വരേണ്ടത്, അതിന്റെ തോട്ട്സ് ആണ് നമ്മുടെ മൈൻഡിൽ വരേണ്ടത്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് ഞാൻ ഇത് പറഞ്ഞത് ഇച്ചിരി ടെക്നിക്കലാ, പക്ഷേ ദി ഇന്റർപ്രറ്റർ മേക്സ് ദ സ്ക്രിപ്ചർ സേസ് വാട്ട് ഹി വാണ്ട്സ് ഇറ്റ് ടു സേ. വചനം എന്താ സംസാരിക്കുന്നത് എന്നുള്ളതല്ല വിഷയം, പുള്ളിക്കാരൻ എന്താ സംസാരിക്കുന്നത് അതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ഫോക്കസ് ഉള്ളത് ഈ ഫസ്റ്റ് മെത്തേഡിൽ. പക്ഷെ നെക്സ്റ്റ് മെത്തേഡ് നോക്കിയാൽ ദ ഇന്റർപ്രറ്റർ മേക്സ് ദ സ്ക്രിപ്ചർ സേ വാട്ട് ഗോഡ് ഹാസ് ടു സേ. ദൈവം വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നു അതാണ് ഈ പുള്ളിക്കാരനെ എടുത്തിട്ട് സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഒരു മെത്തേഡാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഞാൻ ഇത് ഒരു ജസ്റ്റ് ജനറൽ ആയിട്ട് എന്തുകൊണ്ട് നമ്മൾ ഈ എക്സ്പോസിറ്ററി പ്രീച്ചിങ്ങിലോട്ട് പോകുന്നുള്ള അതിന്റെ പ്രോബ്ലംസ് ഞാൻ ഹൈലൈറ്റ് ചെയ്തു. മിക്കവാറും എല്ലാവരും ഞാൻ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ നടക്കുന്ന കാര്യത്തിന്റെ ആ ടോപ്പിക് എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടതെന്നുള്ള ഒരു എന്താ പറയുക ഒരു ചായ്വുണ്ട്, ഒരു ലീഡിങ് ഉണ്ട്. അങ്ങനെ പോകാതെ വചനം എന്താ സംസാരിക്കുന്നോ അത് എടുക്കാനുള്ള പ്രയാസപ്പെടണം. സെക്കൻഡ് തിങ്, ഫീലിങ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. അവർ എന്തൊക്കെ ചെയ്തു, അവരുടെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസസ്. അപ്പം വചനത്തിന്റെ വാക്യം അതിനകത്ത് തീർച്ചയായിട്ടും വരുന്നില്ല, ഹൈലൈറ്റ് ആവുന്നില്ല. അപ്പൊ ഹ്യൂമൻ ഐഡിയ ആണ് മെയിൻ ആയിട്ട് അതിനകത്ത് ഫോക്കസ് ആവുന്നത്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ബൈബിൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ജസ്റ്റ് ചെറിയ റെഫറൻസസിന് മാത്രം നമ്മൾ ബൈബിൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ മെത്തേഡ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ടോട്ടലി വെരി റോങ് പ്രാക്ടീസ്. വചനം ആയിരിക്കണം മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത്, വചനമായിരിക്കണം സംസാരിക്കേണ്ടത്, വചനത്തിലുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ പ്രസംഗം ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്ലൈഡ്. സോ നമ്മൾ ഈ ഒരു റിക്കവർ ചെയ്യണം. കറക്റ്റായ ക്രിസ്ത്യൻ പ്രീച്ചിങ് എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നോ ആ ഒരു മെത്തേഡോട്ട് നമ്മൾ തിരിച്ചു വരാനുള്ള സമയമായി. സോ വി ഗോട്ട് ടു ഡു ഇറ്റ് എക്സ്പോസിറ്ററി. അപ്പൊ എക്സ്പോസിറ്ററി പ്രീച്ചിങ് ആണ് നമ്മുടെ സഹോദരന്മാര് ആദ്യം തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ സഭയിലായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രസംഗത്തിന്റെ ഒരു ശൈലി സ്റ്റാർട്ട് ആയത്. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഇസ് ഓർ മെത്തേഡ് ഇസ് നോട്ട് അഡോപ്റ്റഡ്. സോ നമ്മളിപ്പോ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് വന്നിട്ടുണ്ട്. പ്രൊസീജിയർ, നമ്മൾ ഒരു പ്രസംഗം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മളിപ്പം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ, സെക്കൻഡ് സ്റ്റെപ്പ്, സെർമൺ പ്രിപ്പറേഷൻ. നെക്സ്റ്റ് സ്ലൈഡ്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേദഭാഗം തിരഞ്ഞെടുക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഒരു വേദഭാഗം ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ബേസിക് ആയിട്ട് നമ്മൾ ഒരു പ്രാസംഗികമായിരിക്കുമ്പം എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യണം, ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഞാൻ ഏത് പകുതിയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഏത് ഭാഗമായിരിക്കും ഞാൻ എടുക്കണ്ടേ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ഡെഫിനറ്റ് ആയിട്ട് പരിശുദ്ധാത്മ നമ്മളെ ഒരു ലീഡിങ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് തരും. എന്തുകൊണ്ട് ഈ ഒരു വാക്യം എടുത്തുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ലയോ, അങ്ങനെ ഒരു ലീഡിങ് ഡെഫിനറ്റ് ആയിട്ട് ഹോളി സ്പിരിറ്റ് വിൽ ഗിവ്. സോ ഇതിന്റെ സിറ്റുവേഷൻ വിൽ ബി ഡിഫറെന്റ്. എല്ലാവർക്കും ഡിഫറെന്റ് ഉള്ള സിറ്റുവേഷൻ ആയിരിക്കും ദൈവം തരുന്നത്. സോ പക്ഷെ ചെറിയ ഒരു ഹിന്റ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഭാഗം നമുക്ക് കൊടുത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. അത് മാത്രമല്ല, ഒരു വേഴ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാസേജ് എടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് തോട്ട് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരു പാരഗ്രാഫ് ആയിരിക്കണം, അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് കാണണം. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമുക്ക് അറിയാം ഓക്കെ ദിസ് ഇസ് കംപ്ലീറ്റ് തോട്ട്, അത് ഒരു ഹാഫ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് അല്ല എന്നുള്ള ധാരണ നമുക്ക് കിട്ടും. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ എന്തൊക്കെ സിറ്റുവേഷൻ നമുക്ക് ചിലപ്പോൾ അറിയാം. ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും അൺബിലീവേഴ്സ് ഉള്ള സ്ഥലത്തായിരിക്കും, അവിശ്വാസികളുടെ സ്ഥലത്തായിരിക്കും നമുക്ക് പ്രസംഗിക്കേണ്ട ആവശ്യം വരുന്നത്. ചിലപ്പം അത് വിശ്വാസികളുടെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം പിള്ളേരുടെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ചില സിസ്റ്റേഴ്സിന്റെ അടുത്തായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ആ സിറ്റുവേഷൻ അനുസരിച്ചും നമുക്ക് ദൈവം തരുന്ന വാക്യം ഡിഫറെന്റ് ആയിട്ട് ഇരിക്കാം. അതുമല്ലാതെ ഈവന്റ് ആ സംഭവം ഇറ്റ് കുഡ് ബി താങ്ക്സ് ഗിവിംഗ് ഒരു മീറ്റിങ്ങിനായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്യൂണറലിന് സംസാരിക്കാൻ പോകുന്നത്, വെഡിങ്. സോ അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ചും നമുക്ക് പാസേജ് ചൂസ് ചെയ്യാം.
സോ ഫൈനലി നമുക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ ഇരുന്നാൽ നല്ലത്. ചിലപ്പോൾ നമുക്ക് വലിയ പ്രോഫറ്റിക്കൽ ബുക്സിൽ നിന്ന് നമ്മൾ ചിലപ്പം ഭാഗം നമ്മൾ ചൂസ് ചെയ്ത് കാണാം. പക്ഷെ നമുക്കറിയാം ഇത് ഞാൻ ഇതിനകത്ത് വെരി സ്ട്രോങ് അല്ല. അതുകൊണ്ട് നമുക്ക് അത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള പോർഷൻ എടുക്കുന്നതായിരിക്കും ഓൾവേസ് അഡ്വൈസബിൾ. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ക്ലാസ്സസ് ഞാൻ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാക്യമോ അല്ലെങ്കിൽ ഒരു പാസേജ് മനസ്സിലുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്താൽ നമുക്ക് അതിനും ചേർത്ത് നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് അറിയാം എങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത് അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്താക്കിയാ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അതിനോട് ചേർത്ത് നമുക്ക് പഠിക്കാം. പക്ഷെ ഈ ഒരു ഭാഗമാണ് ഞാൻ മേ ബി 2-3 years ബാക്ക് ഞാൻ പഠിച്ചത്. അപ്പൊ ഞാൻ എടുത്ത ഒരു പാസേജ് എന്ന് വെച്ചാൽ 2 Timothy 4:10. അപ്പൊ ഇതിന്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഞങ്ങളുടെ സഭയില് ചെന്നൈയിലുള്ള സഭയിൽ ഒരു സഹോദരൻ ഒന്ന് സംസാരിച്ചപ്പം ഈ ഒരു വാക്യം ജസ്റ്റ് ഒരു പാസിംഗ് ആയിട്ട് ഒരു കമന്റ് ചെയ്തിട്ട് പോയി. അപ്പൊ ഈ ദേമാസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അതിനകത്ത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഈ ക്യാരക്ടറിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. സോ എനിക്ക് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ഇൻക്വിസിറ്റീവ്നെസ്, എന്തുകൊണ്ട് ഞാൻ ഇയാളെ കുറിച്ച് ഒന്ന് പഠിക്കാമല്ലോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം എടുത്തിട്ടാണ് ഞാൻ ഒരു പ്രസംഗം റെഡിയാക്കിയത്. സോ ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ദിസ് ആസ് എൻ എക്സാമ്പിൾ. നെക്സ്റ്റ് സ്ലൈഡ്. ദ ബ്യൂട്ടി ഓഫ് എക്സ്പോസിറ്ററി പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രീച്ചിങ്ങില് നമ്മള് ഒരു വാക്യം വെച്ച് തന്നെ നമുക്ക് എല്ലാ കാര്യവും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞത്, സെലക്ടിങ് ദ ടെക്സ്റ്റ്. സോ വി ഹാവ് സെലക്ടഡ് ദ ടെക്സ്റ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. സോ 2 Timothy 4:10 വേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവാണ്. സ്റ്റഡിയിങ് ദ ടെക്സ്റ്റ്. ഇത് വേദഭാഗം പഠനം ചെയ്തൽ. ഓക്കെ, ഇത് നെക്സ്റ്റ് സ്ലൈഡ്. ദിസ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. ഈ ഒരു സ്റ്റെപ്പിൽ കുറെ സമയം നമ്മൾ ചെലവാക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൽ കുറെ സ്റ്റഡീസ് ചെയ്യാനുള്ള ഒരു ആവശ്യമുണ്ട്. സോ ദിസ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് സ്റ്റഡി, അണ്ടർസ്റ്റാൻഡിങ് ദ സെലക്ടഡ് ടെക്സ്റ്റ് ഫ്രം ഗോഡ്സ് വേൾഡ്. നമ്മൾ ചൂസ് ചെയ്ത വേദഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് അത് സിൻസിയർ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്യുമ്പം നമ്മൾ ജസ്റ്റ് വെറുതെ നമ്മൾ വായിച്ചു പോകുന്നതല്ല, അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള അർത്ഥം എന്താണ്, ഒറിജിനൽ ആയിട്ട് ആ എഴുത്താളർ എഴുതിയതിന്റെ നോക്കം എന്തായിരുന്നു, അപ്പോ അതിന്റെ വിഷയം എന്താണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞെങ്കിലേ നമുക്ക് ആ മെസ്സേജ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. സോ സ്റ്റഡിയിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്, only a correct understanding of the text will help in rightly dividing the word to the audience. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ ഓഡിയൻസിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഒരു മേജർ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വാക്യം എടുത്തിട്ട് നമ്മൾ തെറ്റായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് 100 പേർക്കായിരിക്കും, നമ്മൾ ഈ പ്രസംഗം അടിച്ചു വിടുന്നത് 100 പേർക്കായിരിക്കും. അപ്പൊ 100 പേരും ആ തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും പോകുന്ന വീട്ടിലോട്ട്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ വി ആർ ഹാൻഡ്ലിങ് ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനം നമ്മൾ പറയുമ്പം വി ഹാവ് ടു ബി വെരി കെയർഫുൾ. സോ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പഠിച്ച് വേണം നമ്മൾ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാൻ. സോ ബിഗിനിങ് ദ ടൈം കൺസ്യൂമിങ് പ്രോസസ് ഓഫ് സ്റ്റഡിങ് the text should be done with prayerful meditation. So ee process definitely ഒരു ഡിഫിക്കൽട്ട് ആയ ഒരു പ്രോസസ് ആണ്. സ്റ്റഡിയിങ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമ്മൾ പഠിച്ച് എടുക്കാൻ പറ്റില്ല. നമുക്ക് ചിലപ്പം അതിനുള്ള സോഴ്സസ് കാണത്തില്ല. നമുക്ക് ഒരു കൺകോർഡൻസോ അല്ലെങ്കിൽ ബൈബിൾ ഡിക്ഷണറിയോ അതിന്റെ ബൈബിൾ ഹിസ്റ്ററിയോ ഇതൊന്നും ചിലപ്പം ഇല്ലാതിരിക്കാം. അപ്പൊ ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. പക്ഷെ നമുക്ക് സിൻസിയർ ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ we will definitely go for all those helps. ഡെഫിനറ്റ് നമ്മൾ എവിടൊക്കെ നമുക്ക് ഹെൽപ്പ് കിട്ടുമോ ആ ഹെൽപ്പ് എല്ലാം നമുക്ക് എടുക്കാം. ഇന്റർനെറ്റ് ഡെഫിനറ്റ് ആയിട്ട് കുറെ മാറ്റർ ഉണ്ട്. പക്ഷെ ഇന്റർനെറ്റ് ചൂസ് ചെയ്യുമ്പോൾ വെരി കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യണം. ബിക്കോസ് ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസ് അതിനകത്തുണ്ട്. കുറെ ഡിഫറെന്റ് ഡിനോമിനേഷന്റെ ആൾക്കാരാണ് ഒരു സംഭവം അതിനകത്ത് എഴുതുന്നത്. അപ്പൊ അതിൽ നമ്മൾ തെറ്റായ ഒരു എക്സ്പ്ലനേഷൻ എടുക്കാനുള്ള ചാൻസസും ഉണ്ട്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. സോ പ്രേയർഫുള്ളി
നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സ്റ്റഡിയിങ് ദ ടെക്സ്റ്റ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ഇപ്പൊ ഞാൻ ചെറിയൊരു ഹിന്റ് തരാവാണ് എങ്ങനെ നമ്മൾക്ക് ഈ പഠിക്കാം എന്നുള്ള ഒരു ചെറിയൊരു ഹിന്റ്. Reading the text in different translation and languages if possible will fairly give a good understanding of the text. നമ്മൾ ഏത് വേദഭാഗമാ ചൂസ് ചെയ്തോ ആ ഭാഗം നമ്മൾ ഡിഫറെന്റ് ട്രാൻസ്ലേഷൻസ് നമുക്ക് വായിച്ചാൽ നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ എനിക്കാണെങ്കിൽ ഞാൻ ഒരു വേദഭാഗം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ വൈഫിനടുത്ത് പോയിട്ട് പറയാം എനിക്ക് ഈ മലയാളത്തിൽ ഒന്ന് വായിച്ചു തരണമെന്ന് പറയും. അപ്പം മലയാളത്തിൽ ഞാൻ ആ വാക്യം വായിക്കും. പിന്നെ തമിഴ് എനിക്ക് കുറച്ച് വായിക്കാൻ പറ്റും, സോ തമിഴിൽ ഞാൻ വായിക്കും. പിന്നെ ഇംഗ്ലീഷിൽ തന്നെ ഇഷ്ടം പോലെ ട്രാൻസ്ലേഷൻസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 10 to 12 ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അപ്പൊ ഈ ട്രാൻസ്ലേഷൻസ് എനിക്ക് 14 ട്രാൻസ്ലേഷൻസ് ഞാൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ ആ വേദഭാഗത്തിൽ എന്താ ഉള്ളത് അല്ലെങ്കിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് മൈൻഡിൽ ഓൾറെഡി ഫിക്സ് ആവും. സോ ദിസ് ഇസ് വൺ അഡ്വാൻറ്റേജ്. നമുക്ക് എന്തൊക്കെ ട്രാൻസ്ലേഷൻ ഉണ്ടോ ആ ട്രാൻസ്ലേഷൻ എല്ലാം നമ്മൾ വായിച്ചു കഴിയുമ്പം തന്നെ നമുക്ക് ആ വാക്യത്തിൽ എന്താണ് മെയിൻ ആയിട്ട് ആ ഓത്തർ പറയുന്നത്, ആ എഴുതിയ ആൾ എന്താണ് പറയാൻ വന്നതെന്ന് നമുക്ക് ക്ലീൻ ആയിട്ട് നമുക്ക് മനസ്സിലാവും. സോ ദിസ് ഈസ് എ വെരി സിമ്പിൾ ടെസ്റ്റ്, ഇൻട്രൊഡക്ടറി ടെസ്റ്റ് ടു ടേക്ക് ദ ഡിഫറെന്റ് ട്രാൻസ്ലേഷൻ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ഓൾഡ് ട്രാൻസ്ലേഷനും ഉണ്ട്, പുതിയ ട്രാൻസ്ലേഷനും ഉണ്ട്. പിന്നെ വേണമെങ്കിൽ കാത്തലിക് ബൈബിളും യൂസ് ചെയ്യാം, കാത്തലിക് മലയാളം ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഓൾസോ ഇസ് ഗോട്ട് എ ഗുഡ് ട്രാൻസ്ലേഷൻ. നമ്മളിപ്പം യൂസ് ചെയ്യുന്നില്ല, മേജറായിട്ട് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഫോർ സ്റ്റഡിയിങ് പർപ്പസസ് നമുക്ക് ഡിഫറെന്റ് ട്രാൻസ്ലേഷൻസ് യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ഗുഡ്. മെത്തഡോഡിക്കൽ സ്റ്റഡി ഓഫ് ദ ടെക്സ്റ്റ് വിൽ ഇൻക്ലൂഡ് ദ ഫോളോയിങ് പ്രിൻസിപ്പൽ. നമ്മളിപ്പം ഒരു സിൻസിയർ ആയിട്ടുള്ള സ്റ്റഡി ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന വേദഭാഗം നമ്മൾ നോക്കുക, ഇതിനകത്ത് ഒബ്സർവേഷൻ. ഞാനിപ്പോൾ ഒരു പടം ഇട്ടിട്ടുണ്ട്, ഈ പടത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എന്താണ് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? വാട്ട് ഇസ് ദാറ്റ് പിക്ചർ ഓൾ അബൌട്ട്? ഒരു മർഡർ ആണ്, അതിന്റെ എൻക്വയറി അതിനുള്ള സംഭവങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ പുള്ളിക്കാരനെ എന്തൊക്കെ ചെയ്യും അവിടെ ചെന്നിട്ട്? ഒബ്സർവ് ചെയ്യും ഫസ്റ്റ്ലി, എന്തൊക്കെയാണ് അവന്റെ നിലത്ത് വീണ് കിടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതുപോലുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം. ഓക്കെ, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ നമുക്ക് അതിനകത്ത് കാണാം 1, 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ എവിഡൻസസ് അല്ലെങ്കിൽ ഹിന്റ്സ് അല്ലെങ്കിൽ ക്ലൂസ് അയാൾ ഇങ്ങനെ കളക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ ഒരു ബൈബിൾ സ്റ്റഡിയിലും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരു ഡിറ്റക്റ്റീവ് പോലെ കുറെ ക്ലൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഡിറ്റക്റ്റീവിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ ഡിറ്റക്റ്റീവ്? ചെറിയ കാര്യം പോലും ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവ്, മൈന്യൂട്ട് ആയിട്ടുള്ള കേസുകൾ പോലും പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു ഇത്. ഓക്കെ, പല ആംഗിളിൽ നിന്നിട്ട് ആള് അതിനെ വീക്ഷിക്കും. ഓക്കെ ഫൈൻ, പല ആംഗിളിലും ചിന്തിക്കും. ഓക്കെ ഫൈൻ, പിന്നെ നെക്സ്റ്റ്. ഇത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും, എങ്ങനെയാണ് മർഡർ നടന്നതെന്നുള്ള. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി. ഇതിന്റെ ഈ ഡിറ്റക്റ്റീവിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അയാൾ ആ സംഭവം നടന്നപ്പോ അയാൾ ഇല്ല, പക്ഷേ പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് എല്ലാ ക്ലൂസും കളക്ട് ചെയ്തിട്ട് he will pinpointedly saying ഇയാള് അവിടെ നിന്നായിരുന്നു, അവിടെ നിന്നപ്പം വേറെ ഒരുത്തൻ വന്ന് അയാളെ തലയിൽ അടിച്ചപ്പം അതിന്റെ ഒരു കമ്പ് ഇവിടുന്ന് തെറിച്ചു പോയി വേറെ സ്ഥലത്ത് വീണു, അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞ് ക്ലീൻ ആയിട്ട് അതിന്റെ പ്രൊസീജിയർ പറയും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു വേദഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഈ വേദഭാഗത്തിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മളിപ്പം അറിയണം. സോ വി ഹാവ് ടു ബിക്കം ലൈക്ക് എ ഡിറ്റക്റ്റീവ്. ഇപ്പൊ ഈ നമ്മൾക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് തന്നെ 2000 years ബാക്ക് എഴുതിയതാ. ഒരു 2000 years പിന്നോട്ട് പോയ ഒരു കാലത്തോട് നമ്മൾ അവിടെ ഇല്ല, ആ സീനിലെ നമ്മൾ ഇല്ല. അപ്പൊ നമുക്ക് റീക്രിയേറ്റ് ചെയ്യണം ആ സീന്. അന്ന് എന്താ നടന്നത്, അന്നത്തെ ആൾക്കാർ എന്തൊക്കെയാ ചെയ്തത്, ഓരോരോ കൾച്ചറലും ഡിഫറൻസസ് ഉണ്ട്. ഇപ്പം
ഞാനിപ്പോ ചെന്നൈയിൽ നിന്ന് വന്ന് ഇവിടെ കേരളത്തോട്ട് വന്നപ്പോ ഇവിടുത്തെ കൾച്ചർ ഡിഫറെന്റാ, ചെന്നൈയിലത്തെ കൾച്ചർ ഡിഫറെന്റാ, നോർത്തിൽ പോയ വേറെ കൾച്ചർ ഡിഫറെന്റാ. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യമല്ല, ഇസ്രായേൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാ. അവരുടെ വെതർ ഡിഫറെന്റാ, അവരുടെ ഡ്രസ് ഡിഫറെന്റാ, അവരുടെ ലാംഗ്വേജ് ഡിഫറെന്റാ, എല്ലാം ഡിഫറെന്റാ. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്റെ മോന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു ബുള്ളക്കാട്ടിന് എന്തോ മലയാളത്തിൽ പറയുന്നത്? കാളവണ്ടി. കാളവണ്ടി. ഞാൻ കാളവണ്ടി എന്ന് ഞാൻ എന്റെ മോന്റെ അടുത്ത് പറഞ്ഞു, അവന് എന്താന്ന് അറിയത്തില്ല. You saw this difference? വെറും ഒരു 30 or 40 ഇയേഴ്സ് ഡിഫറൻസിൽ തന്നെ ഉള്ള ആൾക്കാർക്ക് പഴയ കാലത്ത് എന്താ നടന്നെന്ന് ഒരു കാര്യം അവന് അറിയുന്നില്ല. അവന് എല്ലാം അറിയുന്ന ഈ ഗാഡ്ജറ്റ്സ് മാത്രമേ അറിയുള്ളൂ. കാളവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നത്. സോ വി ആർ നൗ ഗോയിങ് ബാക്ക് 2000 ഇയേഴ്സ് ബാക്ക്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല ഇത്, വേറെ ഏതോ ഒരു നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. സോ നമ്മൾ ഈ ഒബ്സർവേഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വേദഭാഗത്ത് നമ്മൾ ഫുൾ ആൻഡ് ഫുൾ അതിനകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത്. ആ റൈറ്റർ അല്ലെങ്കിൽ ആ എഴുതിയ ആള് അയാളുടെ മൈൻഡ് നമ്മൾ റീഡ് ചെയ്യണം. എന്ത് ആംഗിളിൽ ആ പുള്ളിക്കാരൻ ചിന്തിച്ചത്, ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്, ഇത് എഴുതിയപ്പം അവരുടെ ചിന്താഗതി എന്തുമായിരിക്കും, അപ്പൊ ഇയാൾ എന്തൊക്കെയാ വേർഡ്സ് യൂസ് ചെയ്തത്. സോ വി ഹാവ് ടു ബി വെരി മൈന്യൂട്ട്ലി ലുക്കിംഗ് ഇൻ ടു ഓൾ ഡീറ്റെയിൽസ്. എല്ലാ ഡീറ്റെയിൽസും കുത്തും കോമായും അതിന്റെ ടെൻസസ്, ഗ്രാമർ, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഡ്രസ്സ്, അവരുടെ കൾച്ചർ, അവരുടെ പ്രാക്ടീസസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയുമ്പം തന്നെയാണ് നമുക്ക് അതിന്റെ എക്സാക്ട് മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഒബ്സർവേഷൻ ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ മെത്തേഡിക്കൽ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ ബൈബിള് വന്ന് അല്ലെങ്കിൽ ഒരു കിട്ടിയ ഒരു വേദപകുതി ഭാഗം നമ്മൾ സ്റ്റഡി ചെയ്യണമെങ്കിൽ പഠിക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ഒബ്സർവേഷനാ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സോ ഡിറ്റക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് വാട്ട് ഇൻഫർമേഷൻ ഗോഡ് ഹാസ് പുട്ട് ഇൻ എ ബിബ്ലിക്കൽ പാസേജ്. ഈ ഒരു വേദഭാഗത്തില് ദൈവം എന്താണ് ഇൻഫോം ചെയ്യുന്നത്, വാട്ട് ഈസ് ദി ഇൻഫർമേഷൻ ദാറ്റ് ഗോഡ് ഹാസ് പുട്ട്, ആൻഡ് therefore all the details of the text are important and have to be observed. അപ്പൊ ദൈവം എന്തോ ഒരു കാര്യം നമ്മുടെ അടുത്ത് സംസാരിക്കാനുണ്ട് ആ ഒരു വേദഭാഗത്തില്. അത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അത് അതിന് ഒബ്സർവേഷൻ എന്താ മലയാളത്തിൽ പറയുന്നത്? നിരീക്ഷണം, സൂക്ഷ്മ നിരീക്ഷണം. സൂക്ഷ്മയോടെ നിരീക്ഷണം ചെയ്യണം. ഓക്കെ, വി ഹാവ് ടു ഒബ്സർവ് ഇറ്റ് വെരി കെയർഫുള്ളി. റെപ്പിറ്റേഷൻ ഓഫ് എനി വേർഡ്സ്, ചിലപ്പോൾ ഒരു വേർഡ് തന്നെ തിരിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആ ഒരാള്. അപ്പൊ അതിൽ എന്തെങ്കിലും പെക്യുലാരിറ്റി കാണണം, എന്തെങ്കിലും റീസൺ കാണണം. റിലേഷൻഷിപ്പ് എമംഗ് ദി വേർഡ്സ്, ഒരു വാക്കും അടുത്ത വാക്കുമായിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാണാം. ഇത് അഡ്ജക്റ്റീവ് ആണോ വേർബ് ആണോ, ഇതെല്ലാം ഗ്രാമറും നമ്മൾ നോക്കണം. ആൻഡ് ടൈം, ഏത് സമയത്താണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പം വി ഹാവ് ടു ഗോ ബാക്ക് ടു ഹിസ്റ്ററി, പ്ലേസ്, ജോഗ്രഫി, കോണ്ടെക്സ്റ്റ്, അതിന്റെ സിറ്റുവേഷൻ നമ്മൾ നോക്കണം. ഇത് വീട്ടിൽ നടക്കുന്നതാണോ, അല്ലെങ്കിൽ ഡെസേർട്ടിൽ നടക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു വെല്ലിൽ നടക്കുന്നതാണോ, ഒരു കിണറിനടുത്ത് നടക്കുന്ന സംഭവമാണോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യണം. Okay, so this is the first step. Observation is the very first step. Okay, ഇത് ഒരു ചെറിയൊരു കഥ ഞാൻ പറയാൻ പോകുന്നു ഒബ്സർവേഷൻ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ദിസ് വൺ. ഇതില് ഒബ്സർവേഷൻ എന്താണെന്നുള്ളത് പറയാനായിട്ട് ഞാൻ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ പോണ്. അപ്പൊ ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന ഒരു വെരി എമിനന്റ് ഒരു സയന്റിസ്റ്റ് ആണ്, ഒരു എൽഡർലി പേഴ്സൺ ആണ്, ഒരു വയസ്സായ ഒരു സയന്റിസ്റ്റ്. അപ്പൊ ഇയാൾ റിസർച്ച് ചെയ്യാൻ ഭയങ്കര മിടുക്കുള്ള ഒരാളാണ്. അപ്പൊ ഇയാൾ അടുത്ത് വേറൊരു സ്റ്റുഡന്റ്, അയാളും ഒരു സയന്റിസ്റ്റാണ്, പക്ഷെ ജൂനിയർ സയന്റിസ്റ്റ്. ഈ നമ്പർ 2 എന്നിട്ടിരിക്കുന്ന ആ പടത്തിൽ നമുക്ക് കാണാം ഒരു ജൂനിയർ സയന്റിസ്റ്റാ. ഇയാൾ വന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഈ സീനിയർ ആയിട്ടുള്ള സയന്റിസ്റ്റിന് അടുത്ത് എനിക്ക് കുറെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അയാള് അവിടെ ജോയിൻ ചെയ്തു. അപ്പൊ ഈ ചെറിയവന് ഈ മൂത്ത ആളുടെ അടുത്ത് പോയിട്ട് സാറേ എനിക്ക് സാറിന്റെ കൂടെ എനിക്ക് ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറയും, ഈ മൂത്ത ആള് പറയും, ഓക്കെ ഒരു കാര്യം ചെയ്യേ, മൂന്നാമത്തെ പടത്തിൽ നമുക്ക് കാണുന്നല്ലോ ഒരു ബോട്ടില്, ആ ബോട്ടിലിനകത്ത് ഒരു ജീവിയുണ്ട്. ആ ജീവി എടുത്തിട്ട് ഈ ബോട്ടിൽ എടുത്തിട്ട് ആ ജൂനിയർ സയന്റിസ്റ്റിന്റെ കൈ കൊടുത്തിട്ട്, ശരി ഈ ഒരു ബോട്ടില് ചുമ്മാ വെറുതെ നോക്കിക്കൊണ്ടിരി എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ ഈവന് ഈ ബോട്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ശരി എന്തെങ്കിലും ഇയാളുടെ എന്തെങ്കിലും മൈൻഡിൽ കാണും. സോ ലെറ്റ് മീ ജസ്റ്റ് ഒബ്സർവ്,
ചുമ്മാ വെറുതെ നോക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇയാൾക്ക് ആകെപ്പാടെ ബോറടിച്ചു. എന്തായിരിക്കുന്ന ഇതിനകത്ത്, ഇതെന്തോ എനിക്ക് ഒരു മീൻ പോലെ ഒരു സാധനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ വെറുതെ അങ്ങനെ കാഷ്വൽ ആയിട്ട് ഇരുന്നു. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സീനിയർ സയന്റിസ്റ്റ് തിരിച്ചു വന്നു, റൂമിലോട്ട് തിരിച്ചു വന്നു. അപ്പൊ ഇവന്റെ അടുത്ത് ചോദിച്ചു, എന്താ ജൂനിയർ സയന്റിസ്റ്റെ, നീ ഇത് നോക്കിയായിരുന്നോ, ഇത് ഒബ്സർവ് ചെയ്തായിരുന്നോ? അപ്പം പറഞ്ഞു, ആ യെസ് സർ, ഇത് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ കുറെ കാര്യങ്ങൾ അതിന്റെ ആ മീനിന്റെ കാര്യം കുറച്ചൊക്കെ പറഞ്ഞു. പിന്നെ ആ സീനിയർ സയന്റിസ്റ്റ് പറഞ്ഞു, ഓക്കെ എന്നാ ഒരു കാര്യം ചെയ്യ്, കുറച്ചും കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് നോക്കെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ ഇറങ്ങി അങ്ങ് പോയി. അപ്പൊ ഈ പ്രാവശ്യം അയാൾ ഇറങ്ങിപ്പോയപ്പം ഈ ജൂനിയർ സയന്റിസ്റ്റ് ആകെപ്പാടെ ഒരു വിഷമത്തിലായി. എന്താണ് ഇത്, ഞാൻ ഓർത്തു ഇയാള് വലിയ വലിയ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുമായിരിക്കും. ഇയാൾ ചുമ്മാതെ വെറുതെ ഇങ്ങനെ ഒരു മീനിന്റെ ഒരു ബോട്ടിലും തന്നിട്ട് എന്റെ അടുത്ത് നോക്കും എന്ന് പറയുന്നു. ശരി, ഏതായാലും അയാൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ വെറുതെ പിന്നെയും കുറെ നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോഴത്തേക്ക് ചില വ്യത്യാസങ്ങൾ അയാൾക്ക് കാണാൻ പറ്റി. ഇതിന്റെ ചിറകുണ്ട്, ഇതിന് കണ്ണുണ്ട്, മറ്റേതുണ്ട്, ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ തുടങ്ങി. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സീനിയർ സയന്റിസ്റ്റ് തിരിച്ച് അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താ മോനെ കണ്ടോ? ആ യെസ് സർ, ഞാൻ എല്ലാം കണ്ടു, ഇങ്ങനെ ഇതിന് കണ്ണുണ്ട്, ഇതിന് ചിറകുണ്ട്, മറ്റേതുണ്ട്, ഇതുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഈ സീനിയർ സയന്റിസ്റ്റ് പിന്നെയും പറഞ്ഞു, ഓക്കെ നീ ഒരു കാര്യം നീ കുറച്ചും കൂടെ സമയം ഇതിനകത്ത് നോക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പം 4th പടം നമുക്ക് കാണാം. 4th പടത്തില് അവൻ ആ ബോട്ടിൽ തുറന്നിട്ട് ആ മീന് കയ്യിലെടുക്കുമ്പോൾ അവൻ അറിയുന്നുണ്ട് അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഇസ് ദി വെരി റെയർ ഫിഷ് ഇൻ ദ വേൾഡ്. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇതൊന്ന് എന്റെ കയ്യിലിരിക്കുന്ന മീൻ ഒന്ന് വെരി റെയർ ഫിഷ് ആണ്. ഇപ്പൊ അവന് ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് ശരി ഇതിനകത്ത് ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. സോ ഞാൻ ഈ പടം തന്നതിന്റെ കാരണം എന്ന് വെച്ചാല്, നമ്മൾ ചിലപ്പോ ഒരു വാക്യം നമ്മൾ എടുത്തു കാണും, നമ്മൾ ഓർക്കും, ഓ ഇതിനകത്ത് എന്താ ഉള്ളേ, ഇതിനകത്ത് ഒന്നുമില്ല, കാര്യമായിട്ട് ഒന്നും ഇല്ല, ഇത് ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ വായിച്ചതാ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യാതെ പോകാൻ ചാൻസസ് ഉണ്ട്. സോ ഒബ്സർവേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഈ ഒബ്സർവ് ചെയ്യുമ്പം തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. ഞാൻ എടുത്ത വേദഭാഗത്തിൽ ഞാൻ കുറെ ഒബ്സർവേഷൻ ചെയ്തു. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വെറും 5 മിനിറ്റ് 10 മിനിറ്റ് അല്ല ഇരിക്കുന്നത്, നമ്മൾ കുറെ ഇരുന്ന് നോക്കി നമ്മൾ കുറെ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക. അപ്പൊ ഡിറ്റക്റ്റീവ് പോലെ ഞാൻ ഒவ்வொரு ക്ലൂസും ഞാൻ നോട്ട് ഡൗൺ ചെയ്യുക. എന്റെ കോളേജിൽ ഒരു എന്താ പറയുന്ന ഒരു അസൈൻമെന്റ് തന്നു. ഞങ്ങൾക്ക് ഒരു വാക്യം തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 50 ഒബ്സർവേഷൻസ് എഴുതണം എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, സാറേ ഇത് പറ്റത്തില്ല, 50 എവിടുന്ന് കിട്ടാനാ, 10-15 കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, പ്രൊഫസർ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, യു കം ബാക്ക് ടു മീ ടുമോറോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഹോസ്റ്റൽ റൂമിൽ പോയിട്ട് ഞങ്ങൾ എല്ലാം ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്കൊക്കെ എത്ര കിട്ടിയെന്ന് അറിയാവോ? 50-ൽ കൂടുതൽ കിട്ടി. നമ്മൾ എത്ര സമയം നമ്മൾ ആ വാക്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഒவ்வொரு വേർഡും സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പം വി വിൽ ഗെറ്റ് മോർ ദാൻ വാട്ട് വി തിങ്ക്. നമ്മൾ ഓർക്കും, ഓ ഞാൻ ഇത് ഒത്തിരി വായിച്ചിട്ടുള്ളതാ, ഇതിനകത്ത് എന്തോ ഇതല്ലേ സംഭവം, ഇതിനകത്ത് എന്തോ വേറെ ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു മിസ് സോ മെനി തിങ്സ്. ബട്ട് സ്റ്റഡി ചെയ്യുമ്പം ഒബ്സർവ് ചെയ്യുന്ന പ്രൊസീജിയർ ഇസ് വെരി ടഫ് ജോബ്. അതിലാണ് നമ്മൾ കുറെ സമയം ചെലവാക്കേണ്ടത്. നമ്മൾ എത്രമാത്രം ടൈം ഒബ്സർവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നോ അത്രമാത്രം സബ്സ്റ്റൻസ് നമ്മുടെ സർമണിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രസംഗത്തിന് വേണ്ടിയ വിഷയം എല്ലാം അതിനകത്ത് നിന്ന് തന്നെ വെളി വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഒബ്സർവ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. ഇത് എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ പറഞ്ഞു അയാളുടെ അടുത്ത്, ഇത് എവിടം വെച്ചാ പറയുന്നത്, ഇതിനു മുമ്പ് എന്താണ് സംഭവിച്ചത്? സോ യു ആർ സോ മെനി ക്വസ്റ്റ്യൻസ്. ഈ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ വരുമ്പോഴാണ് നമുക്കറിയാം, ഓ അപ്പോൾ ഇതാണ് സംഭവം. അങ്ങനെയാണ് നമ്മൾ ഒരു വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. എത്രമാത്രം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതോ ആ ഒബ്സർവേഷനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുമ്പം
കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ. So see how the words are logically related, and see how the author has used the words elsewhere. Then asking the word, what is it meant? ഒരു word use ചെയ്ത് അതിന്റെ meaning എന്താണ്? When was it written? How was it written? എവിടാ നടന്നത്? ഇതിനു മുമ്പ് എന്താ നടന്നത്? ഇത് കഴിഞ്ഞിട്ട് എന്തോ നടന്നു? ഇതെല്ലാം കൂടെ നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നത്. ദിസ് ഇസ് പ്യൂർലി ലൈക്ക് എ ഡിറ്റക്റ്റീവ്. ആ ഡിറ്റക്റ്റീവ് എത്രമാത്രം ഒബ്സർവ് ചെയ്തോ ആ ക്ലൂസ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ വീട്ടിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നത്. ഇതുകൊണ്ട് ഈ സാധനം എന്താ ഇവിടെ ഇരിക്കുന്നത്, അവിടെ ആയിരിക്കണമല്ലോ, പിന്നെ ഈ സാധനം എന്താ ഇവിടെ ഇരിക്കുന്നത്, അയാളുടെ പിസ്റ്റൾ ആണെങ്കിൽ അവിടെ തെറിച്ചു പോയി കിടക്കുന്നല്ലോ. ഇങ്ങനെ കുഞ്ഞിനെല്ലാം ചോദിച്ച് ഇതിന് ആൻസർ കിട്ടുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുന്നു ഇതിന്റെ സീക്വൻസ് ഇങ്ങനെ ആയിരുന്നു. സോ വെൻ യു ആർ സ്റ്റഡിങ് ഗോഡ്സ് വേർഡ് ഓൾസോ ഒരു ഡിറ്റക്റ്റീവ് പോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. എല്ലാ ക്ലൂസും എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം കിട്ടുന്നതാണ് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ. സോ ദാറ്റ് ഈസ് ദ വേ വി സ്റ്റഡി ഗോഡ്സ് വേർഡ്. The answers we get from such questions have to be carefully handled lest we manipulate the text according to our personal understanding. ഇതിലും കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. ചിലപ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും തെറ്റാൻ ചാൻസസ് ഉണ്ട്, പക്ഷെ മിക്കവാറും തെറ്റാൻ ചാൻസസ് കുറവാണ്. ബട്ട് we have to make one thing very sure. We have to understand the scripture in its own terms. നമ്മൾ ലിറ്ററൽ ആയിട്ട് അത് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഗ്രാമർ ചെക്ക് ചെയ്യണം, ഹിസ്റ്ററി ചെക്ക് ചെയ്യണം. സോ ലിറ്ററൽ ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്ത് എടുക്കുവാണെങ്കിൽ നമ്മൾ ലിറ്ററൽ ആയിട്ട് തന്നെ എടുക്കണം. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ചില ഇന്റർപ്രിട്ടേഷൻസ് എങ്ങനെയാ വരുന്നത് വെച്ചാല്, ഈ ഒരു പാരബിൾ ഉണ്ട്, ഗുഡ് സമാരിറ്റന്റെ പാരബിൾ ഉണ്ടല്ലോ. ഗുഡ് സമാരിറ്റൻ എന്താ നമ്മള് മലയാളത്തിൽ പറയുന്നത്? നല്ല ശമരക്കാരൻ. സമരക്കാരൻ. ഓക്കെ. സോ ആ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടെങ്കിൽ ഈ ഗുഡ് സമാരിറ്റനെ ഈ വീണ് അടിച്ചു കിടക്കുന്ന ആളിനെ ഒരു പ്ലേസിൽ കൊണ്ടുപോകും, ഒരു ഹോട്ടൽ പോലത്തെ ഒരു സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് അയാൾ ഒരു 2 പൈസ കൊടുക്കും, 2 നാണയമോ എങ്ങനെ പറയുന്നത്, 2 കോയിൻസ് കൊടുക്കും. ആ കോയിൻസിന് ആൾക്കാർ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന അറിയോ? ന്യൂ ടെസ്റ്റ്മെന്റും ഓൾഡ് ടെസ്റ്റ്മെന്റും. ദാറ്റ് ഇസ് റോങ്. അപ്പൊ ലിറ്ററൽ ആയിട്ട് നമ്മൾ എടുക്കണം. ഈ 2 കോയിൻ എന്ന് പറഞ്ഞാൽ 2 കോയിനാ കൊടുത്തിരിക്കുന്നത്, അവിടെ ന്യൂ ടെസ്റ്റ്മെന്റും ഓൾഡ് ടെസ്റ്റ്മെന്റും അല്ല. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇവിടാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മുടെ ബുദ്ധി യൂസ് ചെയ്ത് നമ്മൾ ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ഫോഴ്സ് ചെയ്ത് വചനത്തിലോട്ട് ഇടുക. സോ ദാറ്റ് ഇസ് വൈ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. സോ ഒരു ബൈബിൾ സ്റ്റഡി ചെയ്യുമ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വേദ പകുതി നമ്മൾ ചൂസ് ചെയ്ത പകുതി നമ്മൾ സ്റ്റഡി ചെയ്യുക. ഒബ്സർവേഷനിലാണ് നമ്മൾ മെയിൻ ആയിട്ട് സമയം ചെലവഴിക്കേണ്ടത്. എത്രമാത്രം നമ്മൾ ഒബ്സർവേഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ അത്രമാത്രം നമുക്ക് ബെനിഫിറ്റ്. ബിക്കോസ് നമ്മുടെ സെർമണിനുള്ള മാറ്റർ അതിനകത്തുണ്ട്. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ, കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കാനാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പ്, ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ കുറെ ചോദ്യം അങ്ങോട്ട് ചോദിക്കുക. എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ, അങ്ങനെ പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പം നമുക്ക് ടെക്സ്റ്റിന്റെ അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ കറക്റ്റായ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് കിട്ടും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് ആണ് അപ്ലിക്കേഷൻ. നമുക്ക് ഈ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ, ഇന്റർപ്രിട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഇന്റർപ്രിട്ടേഷനെ ബേസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുക. Okay, application flows out of thorough observation and correct interpretation. ആദ്യത്തെ 2 സ്റ്റെപ്പും കറക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലിക്കേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈൻഡിങ് ഔട്ട് വാട്ട് ദി ഒറിജിനൽ റൈറ്റേഴ്സ് എക്സ്പെക്ടഡ് ഫ്രം ദി ഇനീഷ്യൽ റീഡേഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആദ്യം എഴുതിയ ആൾക്കാർ അല്ലെങ്കിൽ സംസാരിച്ച ആൾക്കാർ, ഈ കേട്ട ആൾക്കാർക്ക് എന്താണ് അവർ ആക്ട് ചെയ്യേണ്ടേ, ആ ഒരു കാര്യം നമ്മൾ അതിന്റെ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കണ്ടേ, അതിന്റെ റെസ്പോൺസ് എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്കും ഈ ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ ആസ് ദ പ്രീച്ചർ ഗെറ്റ്സ് കൺഫ്രണ്ടഡ് വിത്ത് ദ ട്രൂത്ത് ദാറ്റ് അൺഫോൾഡ്സ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ്, he personally begins to respond in obedience, resulting in transformation. നമുക്ക് ഈ ഇന്റർപ്രിട്ടേഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവുന്ന, അയ്യോ, ദൈവത്തിന്റെ വചനം ഇതാണോ സംസാരിക്കുന്നത്, ഇതാണോ എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ദൈവം. അങ്ങനെ നമുക്ക് പേഴ്സണൽ ആയിട്ട് ഈ വചനം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും.
അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്, ഓ നൗ ദി വേർഡ് ഓഫ് ഗോഡ് ഇസ് അപ്ലൈയിങ് ടു മൈ ലൈഫ്. എനിക്ക് അത് പേഴ്സണലായിട്ട് ഈ വാക്യം എനിക്ക് പേഴ്സണലായിട്ട് അത് എഫക്റ്റ് ആവുന്നുണ്ട്. ഈ എഫക്റ്റ് ആവുന്ന കാര്യമാണ് നമ്മൾ മറ്റവർക്ക് പറയുമ്പം ഇത് ആപ്ലിക്കേഷൻ ഫോർ ദി ഓഡിയൻസ് ആയിട്ട് മാറുന്നത്. So when this happens, the preacher is able to show people how to integrate Bible truth into their lives. അപ്പൊ നമുക്ക് കിട്ടിയ വചനത്തിൽ നിന്ന് കിട്ടിയ ആ ട്രൂത്ത്, ആ സത്യം, ആ ഒരു ഉപദേശം നമുക്ക് കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഓ അപ്പൊ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഇത് തന്നെ ചെയ്യണം, എല്ലാവർക്കും ദൈവം ഇതാണ് പറയാൻ വരുന്നത് എന്നുള്ള കാര്യം അത് മൈൻഡിൽ നമുക്ക് ഫിക്സ് ആവുന്നത്. അങ്ങനാണ് നമുക്ക് ഈ മെസ്സേജിന്റെ അപ്ലിക്കേഷനും നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ഇത്രയും സ്റ്റെപ്പ് പറഞ്ഞത് തന്നെ ഞാൻ വേറെ എങ്ങും പോയിട്ടില്ല, ഞാൻ വേറെ എന്ത് കമന്ററിയും എടുത്തിട്ടില്ല, ഞാൻ വേറെ ഏത് ഹെൽപ്പും ഞാൻ യൂസ് ചെയ്തില്ല. ഐ ആം ഓൺലി യൂസിങ് ദ ടെക്സ്റ്റ് ദാറ്റ് ഐ ഗോട്ട്. എനിക്ക് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റിൽ മാത്രമേ ഞാൻ ഇരിക്കുന്നുള്ളൂ. ഞാനിപ്പം 2 Timothy 4:10 ചൂസ് ചെയ്തിരിക്കുന്ന വെച്ചാല് ആ വാക്യം തന്നെ ഞാൻ ഒബ്സർവ് ചെയ്യുവാണ്. ആ വാക്യത്തിൽ ഞാൻ കുറെ സമയം ചെലവാക്കി, ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് നിന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുറെ ചോദ്യം അങ്ങോട്ട് ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞ് അതിന്റെ കൺക്ലൂഷൻ ആണ് എനിക്ക് ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് കിട്ടുന്നത്. ഇന്റർപ്രിട്ടേഷൻ ആയി കിട്ടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നു, ഓഹോ ദൈവം ഇതാണ് ഉദ്ദേശിച്ചത്, ദൈവം എന്നെ കുറിച്ചും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനാണ് ഈ ഒരു കാര്യമാണ് ഞാൻ മറ്റവർക്കും പറയാൻ പോകേണ്ടത് എന്നുള്ള കാര്യം ആപ്ലിക്കേഷൻ ആയിട്ട് അത് വരുന്നത്. സോ ദിസ് സ്റ്റെപ്പ് മേ റിക്വയർ സം സ്റ്റഡി ടൂൾസ് ടു ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ വേർഡ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഓഫ് ദി ടെക്സ്റ്റ്. സോ ഇത് ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുന്നില്ല, ഇത് ഞാൻ ചിന്തിച്ച കാര്യം ശരിയാണോ അല്ലയോ എന്ന്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ടൂൾസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. ചില എന്താ പറയുന്നത് ഗ്രാമർ ബുക്സോ അല്ലെങ്കിൽ ഹിസ്റ്ററി, ബൈബിൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു കമന്ററി, ഈ സ്റ്റെപ്പിലാണ് നമ്മൾ ഈ ബുക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ആദ്യം എടുത്തോട്ടെ നമ്മൾ ബുക്സും അതൊന്നും എടുക്കുന്നില്ല. സോ ഓൾ ത്രൂ ദിസ് പ്രോസസ് പ്രേയർ ഫോർ ഇലുമിനേഷൻ ഫ്രം ഹോളി സ്പിരിറ്റ് ഇസ് നെസസറി. അതുകൊണ്ടാണ് പ്രേയർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഒരു സെർമൺ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കുറെ നേരം പ്രേയറിൽ ഇരുന്നെങ്കിൽ തന്നെ പരിശുദ്ധാത്മാ നമുക്ക് അതിന്റെ ഒരു വെളിപ്പാട് തരുള്ളൂ, അതിന്റെ ഒരു ഇലുമിനേഷൻ, ഈ സത്യം അത് വെളിയിൽ ഇങ്ങനെ കാണിച്ചു തരും നമുക്ക്, ഇതാണ് സത്യം ഞാൻ പറയാൻ വരുന്നതെന്നുള്ള കാര്യം നമുക്ക് കിട്ടും. സോ ലോങ് എക്സ്പോഷർ ടു തോട്ട് ആൻഡ് മെഡിറ്റേഷൻ ഓഫ് ദി സെലക്ടഡ് ബിബ്ലിക്കൽ ടെക്സ്റ്റ് മേക്സ് ഇറ്റ് എ പാർട്ട് ഓഫ് us. നമ്മൾ എത്രമാത്രം ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ വേദഭാഗത്തോട് നമ്മൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നോ അത് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഇറ്റ് ബി എ പാർട്ട് ഓഫ് us. നമ്മുടെ ഒരു ഭാഗമായിട്ട് അതങ്ങ് മാറിപ്പോവും. ആൻഡ് വി വിൽ ഓൾസോ ബിഗിൻ ടു സ്പീക്ക് ടു അവർ ഹാർട്ട്. അത് നമ്മുടെ ഹൃദയത്തോട് അത് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഈ ഒരു സത്യം, ഒരു ദൈവത്തിന്റെ ഒരു വചനത്തിന്റെ ആ ഒരു സത്യം നമ്മുടെ ലൈഫിലോട്ട് അത് ഒരു ഇന്റഗ്രേറ്റഡ് പാർട്ടായിട്ട് അതങ്ങ് മാറിപ്പോകും. വി ലിറ്ററലി ഗെറ്റ് ടു ദ പോയിന്റ് ഓഫ് ഗെറ്റിംഗ് സോക്ഡ് വിത്ത് ദി കണ്ടന്റ്സ് ഓഫ് ദി ടെക്സ്റ്റ്. അപ്പോഴാണ് നമ്മൾ മേളിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ ലൈഫിൽ ഫുള്ളായിട്ട് നമ്മൾ സോക്ക് ചെയ്യുക. നമ്മൾ അങ്ങനെ നനഞ്ഞ് കുതിർന്ന് ഇരിക്കുമ്പോൾ സമയത്താണ് നമ്മൾ പോയി സംസാരിക്കുമ്പം ഇതിന്റെ സെർമൺ ഇറ്റ് വിൽ ബി സോ വണ്ടർഫുൾ ആൻഡ് വെരി എഫക്റ്റീവ്. സോ ഇതാണ് ഒരു ചെറിയ ഒരു സെക്കൻഡ് സ്റ്റെപ്പിന്റെ ഒരു പോർഷൻ ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് സ്ലൈഡ് നോക്കട്ടെ. ഓക്കെ, ഇതിൽ ചെറിയ ഒരു ഡേഞ്ചർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സമരിയക്കാരൻ വന്ന് ആ ഒരു ഹോട്ടലിൽ പോയിട്ട് ആ 2 കാശിന് അവർ ഒരു എക്സ്പ്ലനേഷൻ തന്നത്, അത് ഒന്ന് പഴയ നിയമവും മറ്റേ ഒരു കാശ് പുതിയ നിയമവും. ഇങ്ങനെ ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഹാവിംഗ് സെലക്ടഡ് ദ ടെക്സ്റ്റ്, there is a danger that the preacher will read something into the scriptural account. നമ്മൾ സ്ക്രിപ്ചർ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അങ്ങനെ നമ്മളോട് സംസാരിക്കുന്നില്ല, പക്ഷെ നമ്മൾ അങ്ങോട്ട് ചില ഇന്റർപ്രിട്ടേഷൻ, നമ്മൾ ചില മീനിങ് അങ്ങോട്ട് ഇടാനുള്ള ചാൻസസ് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം അതിലുണ്ട്. He may do so by ignoring completely the context in which a passage lies. അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാതെ നമ്മൾ അങ്ങോട്ട് ചില മീനിങ് ഇടാനുള്ള ചാൻസസ് ഉണ്ട്. And may be tempted to say something in the sermon what is not said in the Bible. ബൈബിൾ പറയാത്ത ഒരു കാര്യവും നമ്മൾ പറയാനായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. So a preacher must remember the fact that often a passage will not say what we expect it to say. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പാസേജ്, ഒരു വേദഭാഗം സംസാരിക്കണമെന്ന് ഇറ്റ് ഇസ് നോട്ട് എ നെസസറി തിങ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഞാൻ എന്റെ മൈൻഡിൽ എന്താ ചിന്തിച്ചാൽ അത് തന്നെ വചനം സംസാരിക്കണമെന്ന് പറയുന്നത് തെറ്റാണ്.
only what the word of God says. ആ സത്യം എന്താണെന്ന് നമ്മൾ കണ്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിന്റെ ഇന്റർപ്രിട്ടേഷനിലോട്ട് വരാൻ, അതിന്റെ ആപ്ലിക്കേഷൻ ചെയ്യാൻ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, നൗ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇത് തന്നെ 2 Timothy 4:10 തന്നെ ഞാൻ എന്റെ എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുകയാണ്. So for Demas has forsaken me, having loved this present world, has departed for Thessalonica. ഞാൻ ഈ ഒരു വേഴ്സ് എടുത്തുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ ടെക്സ്റ്റ് സ്റ്റഡി ചെയ്യുവാണ്. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ് പോണോ? ആ ഓക്കെ. സോ ഇത് കണ്ട, ഇതാണ് എന്റെ സ്റ്റഡിയിങ്ങിന്റെ ഒരു ചെറിയൊരു ജിസ്റ്റ്. ഞാൻ ഈ വാക്യത്തിലുള്ള ചില വേർഡ്സ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലവ്ഡ്, ഡെസേർട്ടഡ്, ഗോൺ, തെസ്സലോനിക്ക, അപ്പോസ്റ്റൽ പോൾ, ദേമാസ്, വേൾഡ്. ഇതിനകത്തുള്ള ചില വാക്യങ്ങൾ ഞാൻ അതിന്റെ മീനിങ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പോയി. അപ്പോ ഞാൻ ഒരു ക്ലൂ ഇവിടെ പറയാം. നമ്മൾ എടുക്കുന്ന ഒരു ഭാഗത്തില് വേർബ്സ് നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് കിട്ടും. വേർബ്സിന് എന്താ മലയാളത്തിൽ പറയുന്നത്? ക്രിയകൾ. ക്രിയകൾ. ഓക്കെ, ആക്ഷൻ വേർഡ്സ്. ഇപ്പൊ ഞാൻ ഈ 3 വേർഡ് ഞാൻ ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ ലവ്ഡ്, ഡെസേർട്ടഡ്, ഗോൺ, ഇത് 3 ഞാൻ വേർബ്സ് ആയിട്ട് എടുത്ത് ഞാൻ അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി. ലവ്ഡ് എന്ന് പറയുന്ന ഒരു വാക്ക്, നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്ന, എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ്. അത് കുറെ ഡിഫറെന്റ് ഒറിജിനലിൽ ഡിഫറെന്റ് വേർഡ്സ് ആയിരിക്കും. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന വേർഡ് ലവ്ഡ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡാ. ഇറ്റ് ഇസ് എ ഡെലിബറേറ്റ് അസെന്റ് ഓഫ് വിൽ. അവന്റെ വില്ലിന് എന്താ പറയുന്നത്? ഹിതം. ഹിതം. അവന്റെ ഹിതത്തിന് അനുസരിച്ച് അവന് ലവ് ചെയ്തു. സോ യു ക്യാൻ സി. അപ്പൊ ആ ഒരു മീനിങ് ഞാൻ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ, ഫോർ ഡേമാസ് ഹാവിംഗ് ലവ്ഡ് ദിസ് പ്രസന്റ് വേൾഡ്. അപ്പൊ നോക്കിക്കോണേ, അവന് ഈ എന്തോ വേൾഡിന് എന്താ പറയുന്നത്? ലോകത്തോട് അവന് ഇങ്ങനത്തെ ഒരു ലവാണ്. അവന് അറിയാം ഇത് ഇതിനകത്ത് ചില ദോഷങ്ങൾ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് കാണും എന്നുള്ളത്. ഹി വില്ലിംഗ്ലി ടുക്ക് എ സ്റ്റെപ്പ് ടു ലവ് ഇറ്റ്. അപ്പൊ അതെങ്ങനെ മലയാളത്തിൽ പറയുന്നത്? മനഃപൂർവമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ. യെസ്. സോ യു സി, അപ്പൊ ആ ഒരു മീനിങ് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ ടെക്സ്റ്റിലോട്ട്, ആ വാക്യത്തിലോട്ട് ഞാൻ ഇട്ടു നോക്കി കഴിഞ്ഞാൽ എനിക്ക് അതിന് മനസ്സിലാവും ഇതിന്റെ ഗ്രാവിറ്റി. അവന് എത്രമാത്രം ഒരു എന്തുവാ ലോകത്തോട് അവന് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. നെക്സ്റ്റ് ഡെസേർട്ടഡ്. ഡെസേർട്ടഡ് എന്ന് പറയുമ്പോൾ അബാൻഡൻ അല്ലെങ്കിൽ ഫോർസേക്ക്, ലീവ്, ഹെൽപ്ലെസ്. അതിനെങ്ങനെ പറയുന്നത് മലയാളത്തിൽ? ഡെസേർട്ടഡ് ഉപേക്ഷിച്ചു. ജസ്റ്റ് ബാക്കിൽ പോയ പ്രീവിയസ് സ്ലൈഡിൽ മലയാളത്തിൽ വേഴ്സ് ഉണ്ട്. എന്നെ വിട്ടു. വിട്ടുന്നേ ഉള്ളൂ. റൈറ്റ്. ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. എന്നെ വിട്ടുന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ നോക്ക്, ഇത് ഡെസേർട്ടഡ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ ഒരു ഒറിജിനൽ മീനിങ് ആണ് ഫ്രം ദി ഗ്രീക്ക് എന്നുള്ള മീനിങ് ആണ് അബാൻഡൻ, ലീവ്, ഹെൽപ്ലെസ്. അപ്പൊ അങ്ങനത്തെ ഒരു അർത്ഥത്തെ എടുത്തിട്ട് ഞാൻ തിരിച്ചു ആ വാക്യത്തോട് ഇടുക. ഇവിടെ വെറുതെ വിട്ടുന്ന ഇട്ടിരിക്കുന്നത്, പക്ഷെ ഹെൽപ്ലെസ് എന്താന്ന് വെച്ചാല് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ നോക്കിക്കോണേ, അപ്പോസ്തലൻ പൗലോസ് ആണ് ഇത് പറയുന്നത്. ഫോർ ദേമാസ് ഹാവിംഗ് ലവ്ഡ് ദിസ് പ്രസന്റ് വേൾഡ് ഹാസ് ഡെസേർട്ടഡ് മീ. എന്നെ തന്നെ വിട്ടിട്ട്, എനിക്ക് ഒരു ഹെൽപ്പും തരാതെ എന്നെ അങ്ങനെ വിട്ടിട്ട് പോയി. So when you put the meaning of that word inside it, you'll get a more understanding. Gone എന്ന് പറഞ്ഞാൽ to travel or depart or journey or go away. അവൻ പോയി, അവൻ തീരുമാനം എടുത്തിട്ട് അവന് ഓക്കെ ഐ വിൽ ലീവ് ദിസ് ഗൈ, ഇനി തൊട്ട് ഞാൻ ഇയാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ട് അയാള് എന്താ പറയുക, തീർച്ചയായിട്ടും അവൻ he has gone, made the journey or he has gone away. So you can say it's a deliberate action of Demas. പിന്നെ അടുത്തത് വന്ന് തെസ്സലോനിക്ക നോക്കുമ്പോ എന്താ, ഇറ്റ് ഇസ് വൺ ഓഫ് ദ ചീഫ് ടൗൺ. ഇതിന് നമ്മൾക്ക് ഹിസ്റ്ററി പോകണം. നമുക്ക് ഈ തെസ്സലോനിക്ക എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. സോ വി ഹാവ് ടു ഗോ ഫോർ ഹിസ്റ്ററി. ഇവിടാണ് നമുക്ക് കുറച്ച് റിസോഴ്സസിന്റെ ആവശ്യം വരുന്നത്. ഇവിടെ കുറച്ച് ഹിസ്റ്ററി നമുക്ക്
വേണം. നമുക്ക് ചിലപ്പം സ്റ്റഡി ബൈബിൾസിൽ നമുക്ക് കിട്ടും. ഇപ്പൊ ഇതിൽ ഞാൻ നോക്കിയപ്പം one of the chief towns of Macedonia, it was made the capital and major port of the whole Roman province of Macedonia. Thessalonica rapidly became populous and wealthy. It is a wealthy town. It is a business center. It is a port. It is a rapidly growing ഒരു പ്ലേസ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലത്തോട്ടാണ് ഇയാൾ പോയിരിക്കുന്നത്. അപ്പൊ നോക്കണേ എത്രമാത്രം അട്രാക്ഷൻ അയാൾക്ക് വന്നു. എനിക്ക് സമ്പാദിക്കണം, ഞാൻ ഈ പൗലോസിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു രക്ഷയില്ല. പൗലോസ് ചുമ്മാ ഇവിടെ കാരാഗ്രഹത്ത് കിടക്കുക, ഞാനും അവന്റെ കൂടെ കിടക്കേണ്ട ആവശ്യം വരും. എനിക്ക് വേണ്ട, എനിക്ക് ഒരു ലൈഫ് ഉണ്ട്. ഇത് ആക്ച്വലി ഇതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം, അപ്പോസ്തലൻ പൗലോസിനെ എന്താ പറയുക, ബിഹെഡ് ചെയ്യാനുള്ള സമയമാണിത്. ഹിസ് ലൈഫ് ഇസ് ഗോയിങ് ടു എൻഡ് ആവുന്ന സമയത്താണ് ഇയാൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത്. So when you see the situation, when you know the different meaning, appadana namukku and Apostle Paul ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, Paul was again imprisoned under Emperor Nero. It was during this time that he wrote 2 Timothy. He now languished in a cold dungeon, chained with like a common criminal. His friends even had a hard time finding out where he was being kept. Paul knew that his work was done and that his life was nearly at the end. So Apostle Paulന്റെ ലൈഫ് നമ്മൾ ആ സമയത്തിനുള്ള ആ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ വാക്യത്തിന്റെ അർത്ഥം നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഡഞ്ചൻ എന്ന് പറഞ്ഞാൽ ഒരു കുഴിയാണ്. കുഴിക്കകത്ത് ഇങ്ങനെ അടച്ചു കിടക്കുക, അതിനകത്ത് ചെയിൻ ഇട്ട് കിടക്കുക, ആർക്കും എവിടാന്ന് ഒരു പിടിയും കിട്ടത്തില്ല പൗലോസ് എവിടെ ആയിരിക്കുന്നത്. ആൻഡ് പോൾ ഇസ് നോയിങ്, ഓക്കെ, എന്റെ ലൈഫ് എൻഡ് ചെയ്യാൻ പോകുന്ന സമയമാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇയാള് പറയുന്നത്, എനിക്ക് ഈ പൗലോസ് ഒന്നും വേണ്ട, ഞാൻ പോവാ എന്റെ പാട്ടിന്, ഞാൻ തെസ്സലോനിക്ക, അവിടെ നല്ല സമ്പാദിക്കാം എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരു വേഴ്സ് ആണ് നമുക്ക് കാണുന്നത്. ഡീമാസ് വേറെ കുറെ 2 റെഫറൻസസ് നമുക്ക് അയാളുടെ പറ്റി കാണാം. കൊളോഷ്യൻസ് 4 ഉണ്ട്, ഫിലമോൺ 24 ഉണ്ട്. സോ വെരി ലിമിറ്റഡ് നോളജേ ഉള്ളൂ ദേമാസിനെ കുറിച്ച്. അതിനകത്ത് പോളിന്റെ കൂടെ ക്ലോസ് പാർട്ട്ണർ ആയിട്ടിരുന്ന ആളാ, ഒരു കമ്പാനിയൻ ആയിട്ട്, ഒരു ഫെലോ വർക്കർ ആയിട്ടിരുന്ന ആളാണ് ഇപ്പം പോകുന്നത്, പൗലോസിനെ വിട്ടിട്ട് പോകുന്നത്. ആൻഡ് ദ വേൾഡ്, ദ പ്രസന്റ് കറന്റ് ഏജ്, ദി ഫിലോസഫി ഓർ ദി പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്, ഇതെല്ലാമാണ് ഈ വേൾഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ചുമ്മാ നമ്മുടെ ഫിസിക്കൽ വേൾഡ് അല്ല നമ്മൾ പറയുന്നത്, ഇതിന്റെ ഫങ്ഷനിങ്, അതിന്റെ പ്രിൻസിപ്പിൾസും അതിന്റെ വേ ഓഫ് ഡൂയിങ് തിങ്സ്, അതിനാണ് ഈ വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ പ്രിൻസിപ്പിളിനെ എനിക്ക് സ്നേഹമായി എന്നുള്ള വാക്കാണ് അതിൽ കാണുന്നത്. സോ ഫോർ ദേമാസ് ഹാവിംഗ് ലവ്ഡ് with his own assent of will, okay, he said, okay, I am going for this world. ഈ ലോകത്തിലൂടെ കാര്യങ്ങളോട് ഞാൻ അറ്റാച്ച് ചെയ്യാൻ പോവാ, ഞാൻ ഇയാളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹീസ് ഡെസേർട്ടിങ്, അയാളെ ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ വിട്ടിട്ട് പോവാ. എങ്ങനത്തെ സിറ്റുവേഷനില? ഹീസ് ഇൻ ദ ഡഞ്ചൻ, ഹീസ് ഇൻ കോൾഡ്, ഹീസ് ടേക്കൻ ആസ് എ ക്രിമിനൽ, ഹീസ് ഗോയിങ് ടു ഡൈ വെരി ഷോർട്ട്ലി. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ ദേമാസ് വിട്ടിട്ട് പോകുന്നത്. And he has gone to Thessalonica. He has made a pakka decision in his life. Okay, I am going. And he has gone, left him to Thessalonica to have a profitable business or to have a better life. അയാൾക്ക് മനസ്സിലായി, പോളിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ പിന്നെയും കഷ്ടത്തിലാവും, അതുകൊണ്ട് ഞാൻ വിട്ടിട്ട് പോവാ. സോ ഞാൻ ഈ സ്റ്റഡി ചെയ്യുമ്പോഴാണ് എനിക്ക് ഇതിന്റെ വേഴ്സിന്റെ മീനിങ് എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാകുന്നത്. സോ ഇറ്റ് ഇസ് ഈ ഒരു സ്റ്റെപ്പ്, സ്റ്റഡി 2 എന്ന് പറയുന്നത്, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇതിൽ കുറെ സമയം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ചെലവാക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്, വെരി ക്വിക്ലി, വിൽ ജസ്റ്റ് ഫിനിഷ് ഇറ്റ് ഓഫ്. ഓക്കെ, സോ നോക്കിയാണേ, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു വാക്യം എടുത്തു. ഞാൻ ആ വാക്യം എടുത്തിട്ട് ഞാനിപ്പോ സ്റ്റഡി ചെയ്തപ്പോൾ തന്നെ എനിക്ക് സെർമന്റെ കണ്ടന്റ് എനിക്ക് കയ്യിൽ കിട്ടി. ഈ സെർമണിൽ ഈ ഒരു മെസ്സേജിൽ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് സ്റ്റഡി ചെയ്തപ്പോഴേ എനിക്ക് കിട്ടി. അവൻ സ്നേഹിച്ചു, അവൻ വിട്ടു, അവൻ പോയി. സോ ഐ ഹവ് ഗോട്ട് 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് തിങ്. ഞാൻ ആ 3 കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താലേ എനിക്ക് 15 മിനിറ്റ്സിന്റെ ഒരു മെസ്സേജ് റെഡിയായി.
സോ ഞാൻ എങ്ങും പോയില്ല. എനിക്ക് ഹെൽപ്പ് വേണമായിരുന്നു. തെസ്സലോനിക്ക പട്ടണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയണമായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ലൈഫ് ആ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയണമായിരുന്നു. വേറെ ദേമാസിന്റെ പറ്റി വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ നോക്കി. പിന്നെ ഒவ்வொരു വേർഡും, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ മീനിങ് എന്താണ്, ലൗഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ മീനിങ് എന്താണ്, ഗോൺ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ആണെന്ന്. ഇതിന് മാത്രമേ ഉള്ളൂ ഞാൻ ഹെൽപ്പ് ചൂസ് ചെയ്തു. പക്ഷെ ഞാൻ വേറെ ഒന്നും എടുത്തില്ല. ഞാൻ കമന്ററി എടുത്തിട്ടില്ല. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയിട്ടില്ല. ഇത് വെറുതെ ഞാൻ സ്റ്റഡി ചെയ്തപ്പം തന്നെ എനിക്ക് സെർമൺ, എനിക്ക് മെസ്സേജ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാമേ എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. So this is how we do expository sermon. So God willing, we will continue this next week. So second step കഴിഞ്ഞു. I think next slide എന്താന്ന് നോക്കിയ everyone. Okay, this is step 3. We will come to step 3, God willing, next week. So step 1, selecting the text. Step 2, studying the text. ഇതാണ് നമ്മൾ ഒരു മെസ്സേജിൽ നമ്മൾ preparation process. Thank you.